ഒരു കോൺഗ്രസ് മുതിർന്ന നേതാവ് ശ്രീ നിജേഷ് അരവിന്ദ് കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. നിജേഷ് അരവിന്ദ്, എന്താണിത്? കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് തന്നെ ഒരു ഒരു നിർധന കുടുംബത്തിൽ നിന്ന് തന്നെ കൈക്കൂലി വാങ്ങുന്നു. അയാൾക്കെതിരെ കൊടിയത്തൂർ പഞ്ചായത്ത് അംഗത്തിനെതിരെ ഒരു പരാതിയും അല്ലെങ്കിൽ ഒരു നടപടിയും കോൺഗ്രസ് സ്വീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അവിടെ നിന്നുള്ള പൊതുപ്രവർത്തകൻ നാസർ കുളായി തന്നെ പറയുന്നു, നേരത്തെ മുക്കുവണ്ടം പണയം വെച്ച ഒരാളുടെ സാധാരണ മെമ്പറിൽ നിന്ന് സ്റ്റാൻഡിംഗ് കമ്മിറ്റി മെമ്പറാക്കുകയാണ് കോൺഗ്രസ് ചെയ്തതെന്നൊക്കെ. എന്താണ് ഇത് നടക്കുന്നത് നിജേഷ്? അല്ല, മുൻവിധിയോടുകൂടി നിങ്ങൾ ആ വിഷയത്തെ കാണണ്ട. കോൺഗ്രസിന് മുന്നിൽ ഒരു വിഷയം വന്നു, അത് സ്വാഭാവികമായും അത് അന്വേഷിക്കാനുള്ള ആളുകളെ ഏൽപ്പിച്ചു. KPCC മെമ്പർ ശ്രീ NK അബ്ദുറഹ്മാനെ അത് അന്വേഷിച്ച് റിപ്പോർട്ട് തരാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അതിന്റെ നടപടികളിലേക്ക് മുന്നോട്ട് പോകും. പിന്നെ കോൺഗ്രസ് എന്ത് നടപടി എടുക്കുന്നു എന്നുള്ളത് കോൺഗ്രസിന്റെ കാര്യമാണ്. അതില് ഇത് കോൺഗ്രസിന്റെ കാര്യമല്ലല്ലോ. അല്ല, ഞങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് ഞങ്ങൾ ചെയ്തുകൊള്ളും. ഞങ്ങളെ സംബന്ധിച്ചുള്ളത് ഈ ഒരു ചെറിയ വിഷയം. കേരള രാജ്യത്ത് കോടിക്കണക്കിന് രൂപ മുഖ്യമന്ത്രിയുടെ മകളുടെ അക്കൗണ്ടിനകത്തേക്ക് മാസപ്പടി വരുമ്പോൾ മിണ്ടാതിരുന്ന ആളുകൾക്ക് ഞാനൊരു സംശയം, അതായത് ഈ നാസർ കൊളായി CPIM നേതാവ് ഇപ്പോൾ ആരോപിച്ചത് നിർണായകമായ ഒരു സംഭവമാണ്. അങ്ങനെ കോൺഗ്രസിന് ധാർമ്മികതയിൽ നിന്ന് ഒഴിയാൻ പറ്റില്ല. കാരണം ഈ വിചാരണ സദസ്സുമായി ബന്ധപ്പെട്ടിട്ടാണ് പണം പിരിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ എല്ലാവരിൽ നിന്നും പണം പിരിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ പണപ്പിരിവ് എന്ന് ഈ ഇരയോട് സംസാരിക്കുന്നതിൻ്റെ ശബ്ദ സന്ദേശം പുറത്തെത്തി. അപ്പോൾ ഇത് വ്യാപകമാണ്. UDFിൻ്റെ കോൺഗ്രസ് നേതൃത്വം അറിഞ്ഞുകൊണ്ടുള്ള ഒരു വ്യാപക പരിപാടിയാണ് എല്ലാ പഞ്ചായത്തിലും നടക്കുന്നത് എന്നൊക്കെ അതിനകത്ത് ധ്വനിയുണ്ട്. അതാണ് ഈ ശ്രീ നാസർ കുളായി ഉന്നയിച്ചത്, CPIM നേതാവ്. അല്ല, അദ്ദേഹത്തിന് ഏത് ധ്വനിയിൽ പറഞ്ഞാലും തിരുവമ്പാടി നിയോജകമണ്ഡലത്തിൽ കാരശ്ശേരിയും കൊടിയത്തൂരും നേരത്തെ CPM ഭരിച്ച പഞ്ചായത്താണെങ്കിൽ 10 മടങ്ങ് ഭൂരിപക്ഷത്തോടുകൂടി ഇന്ന് കോൺഗ്രസ് ഭരിക്കുന്നുണ്ടെങ്കിൽ, UDF ഭരിക്കുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ്. അപ്പൊ ജനം ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താൻ കോൺഗ്രസ് തയ്യാറാവും. അതിന് പ്രത്യേകിച്ച് ഉപദേശമൊന്നും ആവശ്യമില്ല. ഞങ്ങൾ എത്രയോ കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്, ഞങ്ങൾ ഇനിയും ചെയ്യും. അതുകൊണ്ട് അവനവന്റെ ഒരുമുറം വെച്ച് ആരാന്റെ കാൽമുറം പറയരുത് എന്നാണ് ശ്രീ നാസർ കുളായിയോട് പറയാനുള്ളത്. മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള മാസപ്പടി വിവാദത്തെ പറ്റി ശ്രീ കുളായി ഏതെങ്കിലും ചാനലിൽ വന്ന് സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല. കൊടിയത്തൂരിൽ ഒരു 50,000 വേണ്ടിയിട്ട് വലിയ വായിൽ സംസാരിക്കേണ്ട കാര്യം നിൽക്കുന്നില്ലെന്നാണ് അവർ പറയുന്നത്. അല്ല, നിങ്ങൾ ജോർജൻ തോമസിന്റെ മണ്ഡലത്തിലാണ് അദ്ദേഹം ഉള്ളത്. ജോർജൻ തോമസിന്റെ മണ്ഡലത്തിലാണ് പാർട്ടിയാണ് അദ്ദേഹത്തിന് ഒരു നടപടി എടുത്തത്. നാസർ കൊളായിയുടെ അതേ പഞ്ചായത്തിലാണ് ജോർജൻ തോമസ് മുൻ MLA ഉള്ളത്, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ ഉള്ളത്. കോടിക്കണക്കിന് രൂപ കോറിക്കാരോട് വാങ്ങി എന്ന് പാർട്ടി പറഞ്ഞ ആളാണ്. അതുകൊണ്ട് ഞങ്ങളെ വല്ലാതെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ നിൽക്കണ്ട, ഞങ്ങളങ്ങ് ചെയ്തോളൂ.